കഥ കണ്ടിന്യൂ ചെയ്യാണ് ഇല്ലേ. ഇപ്പൊ പെയിന്ററായിട്ട് നിയമിച്ചു എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇനി എന്താ, ആ മിസ്റ്റീരിയസ് പിക്ചർ വന്നില്ലല്ലോ. നമ്മുടെ ടൈറ്റിൽ ഓർമ്മയില്ലേ? നമ്മുടെ ടൈറ്റിൽ എന്തായിരുന്നു? ദ മിസ്റ്റീരിയസ് പിക്ചർ. ഇവിടെ കാണിച്ചതില് മിസ്റ്റീരിയസ് പിക്ചർ ഒന്നും ടില്ല് കാണിച്ചിട്ടൊന്നുമില്ല. ടില്ല് എന്ത് പിക്ചർ കാണിച്ച? മദർ മേരിയുടെ അല്ലെങ്കിൽ അവർ ലേഡി ഓഫ് വെർജിൻ എന്റെ പിക്ചർ അല്ലേ കാണിച്ചേ. ആ മിസ്റ്റീരിയസ് പിക്ചർ എന്താണ്? ടില്ല് അവിടെ കോട്ട് പെയിന്ററായി. ഇനി നമുക്ക് അറിയേണ്ടത് ആ മിസ്റ്റീരിയസ് പിക്ചറിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ പോവാണ്. യുവർ ഹൈനസ്, may it please you to remember me and my donkey Jeff. ഡോങ്കിയുടെ പേര് വന്നു കേട്ടോ. ഫോർ ജസ്റ്റ് 1 more minute. അപ്പൊ കോട്ട് പെയിന്ററായി. ഓക്കെ, സന്തോഷമായി. എന്നെ കോട്ട് പെയിന്ററായി നിയമിച്ചില്ലെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി പോവാണ്. ഇനി ഇവിടെ അവസാനിച്ചിട്ടുള്ള കാര്യങ്ങൾ. യുവർ ഹൈനസ്, മേ ഇറ്റ് പ്ലീസ് യു ടു റിമെമ്പർ മീ ആൻഡ് മൈ ഡോങ്കി. എന്നെയും എൻ്റെ ഡോങ്കി ജെഫ്, അതാണ് പേര്. നിങ്ങൾക്ക് ഒരു പെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പേരിട്ടിട്ടുണ്ടാവും. ഇവിടെ ടില്ലും ചെയ്തിരിക്കുന്ന അതേ സെയിം തിങ് ആണ്. ടില്ലിന്റെ പെറ്റിന്റെ പേര് ഡോങ്കി ആണ്, അതിന്റെ പേര് ജെഫ് എന്നാണ്. ഓക്കെ, ഫോർ ജസ്റ്റ് 1 moment. 1 minute എന്നെ എൻ്റെ ഡോങ്കിനെയും കൂടി ഒന്ന് ഓർക്കണം. എന്താണ് പറയുന്നത്? ടിൽ റിപ്ലൈഡ്, പറയുവാണ് കേട്ടോ. ടോക്കറ്റീവ് ഫെല്ലോന്റെ ആൻസർ ആണ്. മൈ ഡോങ്കി ഹാസ് ബീൻ ഫീഡിങ് ഹിംസെൽഫ് ഫെയർലി വെൽ ഓൾ അലോങ് ദ thorns in the hedges and the grass on the roadside. അപ്പോൾ വന്ന വഴി ടില്ല് കഴുതപ്പുറത്ത് വരുമ്പോൾ വന്ന വഴിയിൽ എന്തുണ്ടായിരുന്നു? വന്ന വഴിയിലൊക്കെ ഇങ്ങനെ വേലിയൊക്കെ ഉണ്ടല്ലോ. വേലി എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്, ഇങ്ങനെ കുറെ ചെടിയൊക്കെ വളർന്നു നിൽക്കുന്ന സ്ഥലങ്ങൾ. എല്ലായിടത്തും മതിലൊക്കെ ഒന്നും ഇരിക്കില്ല. അപ്പൊ അവിടെയുള്ള തോൺസും പിന്നെ ഗ്രാസ് ഓൺ ദ റോഡ് സൈഡും ഒക്കെ തിന്നിട്ടുണ്ട്. ആരാ തിന്നത്? ഡോങ്കി. ഓക്കെ, ജെഫ് ആണ് തിന്നത് കേട്ടോ. പേര് പറയുമ്പോൾ മാറിപ്പോരുത്. ഡോങ്കിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ജെഫ് എന്ന് പറയുമ്പോൾ. ഓക്കെ, but I have had nothing to eat for the past 3 days. ഓക്കെ, ഡോങ്കിക്കൊന്നും കൊടുക്കാൻ ടില്ലിൻ്റെ അടുത്തില്ല. ഡോങ്കി വന്ന വഴി വേലിയിൽ കണ്ട ചെടിയും പുല്ലും ഒക്കെ തിന്നതാ. പക്ഷെ ഞാൻ തിന്നിട്ട് 3 ദിവസമായി. ഓക്കെ, ഐ ഹാഡ് നോട്ട് ഈറ്റൻ ഫോർ പാസ്റ്റ് 3 days എന്നാണ് ആര് പറയുന്നത്? ടില്ല് പറയുന്നത്. മൈ സ്റ്റൊമക്ക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി. എൻ്റെ സ്റ്റൊമക്ക് വയറുവേദന വെച്ചുണ്ടാക്കാറില്ലേ? നമ്മുടെ വയറുവേദന വെച്ചുണ്ടാക്കൂലേ? അപ്പം മൈ സ്റ്റൊമക്ക് ഹാസ് ബീൻ കംപ്ലൈനിങ് വെരി ലൗഡ്ലി. നല്ല ഒച്ചത്തിൽ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെർഹാപ്സ് യുവർ ഹൈനസ് ക്യാൻ ഈവൻ ഹിയർ ഇറ്റ് നൗ. ഇപ്പോൾ ചിലപ്പോൾ ആർച്ച് ഡ്യൂക്കിന് ഇപ്പോൾ ഇത് കേൾക്കാൻ പറ്റും എന്നാണ് ടില്ല് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സെൻസ് ഓഫ് ഹ്യൂമർ അല്ലേ? ഈ സെൻറ്റൻസ് കേൾക്കുമ്പോൾ എൻ്റെ വയറ്റിലുണ്ടാക്കണോ ഒച്ച ആർച്ച് ഡ്യൂക്കിന് കേൾക്കാൻ പറ്റും എന്നാണോ? അല്ലല്ലോ. ടില്ലിൻ്റെ ആ വയറ്റിൽ അത്രയും ഒച്ചത്തിലാണ്. കാരണം വിശന്നിരിക്കാൻ തുടങ്ങിയിട്ട് 3 ദിവസമായി. അപ്പോൾ ഒബ്വിയസ്ലി നല്ല വിശപ്പായിരിക്കും. 3 ദിവസം പട്ടിണി ഇരുന്നിട്ടുണ്ടോ? നോ ചാൻസ്. നിങ്ങളുടെ പാരൻസ് ഒക്കെ നിങ്ങൾക്ക് ഫുഡ് തരുന്ന പാരൻസ് അല്ലേ? 4 നേരം നല്ലോണം ഫുഡ് കഴിക്കുന്ന ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ ഇവിടെ ടില്ല് പക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായേ. ഐ ഹാവ് ബീൻ ഫീഡിങ് മൈസെൽഫ് വിത്ത് ഡ്രീംസ് ഓഫ് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് അറ്റ് യുവർ റോയൽ ടേബിൾ. ഞാൻ ഇത്രയും ദിവസം എങ്ങനെയാ പിടിച്ചിരുന്നത്? സ്വപ്നത്തിൽ എന്താ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ ഡ്രീമിങ് ഓഫ് ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. എവിടുത്തെ ഗുഡ് ഫുഡും ഡ്രിങ്കും ആണ്? അറ്റ് യുവർ റോയൽ ടേബിൾ. ഓക്കെ, ആർച്ച് ഡ്യൂക്കിന്റെ റോയൽ ടേബിളിലുള്ള ഗുഡ് ഫുഡും ഗുഡ് ഡ്രിങ്കും എനിക്ക് കിട്ടും എന്ന സ്വപ്നമാണ് ഇത്രയും ദിവസം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായല്ലോ? വാക്കുകൾ ഉപയോഗിക്കുന്ന രീതി മനസ്സിലായില്ലേ? ഓക്കെ, ഈ സ്റ്റോറി വായിക്കുമ്പോൾ തന്നെ നമ്മുടെ വൊക്കാബുലറി ഒക്കെ നല്ലോണം ഇംപ്രൂവ് ആവും. ലിസൺ അല്ലേ? The Archduke smiled and said, "Well, my dear fellow, you will certainly have something more solid than dreams to feed on. But where is your donkey?" അപ്പോൾ ആർച്ച് എന്താ? ആർച്ച് ഡ്യൂക്കും ഭയങ്കര കൈൻഡാണ് അല്ലേ? ആർച്ച് ഡ്യൂക്കും ഭയങ്കര കൈൻഡാണെന്ന് നമുക്ക് മനസ്സിലായി. ഒരാളൊരു സങ്കടം വന്ന് പറയുമ്പോൾ ആർച്ച് ഡ്യൂക്ക് നല്ലോണം കേൾക്കാൻ ക്ഷമ കാണിക്കുന്നുണ്ട്. ടില്ല് ഭയങ്കര ടോക്കറ്റീവ് അല്ലേ? നല്ലോണം കേൾക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? സ്വപ്നത്തിൽ കണ്ടത് മാത്രമല്ല, ഡ്രീം സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും, കട്ടിയായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തരാം. സ്വപ്നം മാത്രം കഴിക്കേണ്ടതാണ്. ഓക്കെ, ഡ്രീംസ് ടു ഫീഡ് ഓൺ അല്ലാതെ സോളിഡ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ തരാം. ബട്ട് വെർ ഇസ് യുവർ ഡോങ്കി എന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് ഡോങ്കി എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ പറയണം? ഐ ലെഫ്റ്റ് ഹിം ഔട്ട്സൈഡ്. ഞാൻ പുറത്ത് നിർത്തിയേക്കാണ്. ഓപ്പോസിറ്റ് ദ പാലസ്. പാലസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പുറത്ത് നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നത്. ഐ ഷാൽ ബി മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഇഫ് ജെഫ് ഇസ് ലുക്ക്ഡ് ആഫ്റ്റർ. ഇല്ലേ, നമ്മുടെ പെറ്റിനെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ മാത്രം റോയൽ പാലസിലായി കഴിഞ്ഞാൽ അത് ഇത്തിരി സങ്കടമുള്ള കാര്യമല്ലേ? നമ്മുടെ പെറ്റിനെ ഉപേക്ഷിച്ച് പോകണമെന്ന് നമുക്ക് ഇഷ്ടമാണോ? ഇഷ്ടമല്ലല്ലോ. ഇപ്പം തിരിച്ചു വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് പെറ്റ്സാണ്. അപ്പോൾ ഒരു ഡോഗോ ഒരു പുസിയോ ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ
നിങ്ങൾ വാതിക്കൽ കാത്തു നിൽക്കുന്ന ആൾക്കാർ, അമ്മമാർ കാത്തു നിൽക്കുന്നില്ലെന്നല്ല, മിക്ക അമ്മമാരും ഇപ്പോൾ വർക്കിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ കാത്തു നിൽക്കുന്ന ആൾക്കാർ അവർ നമ്മളെ കാണാതെയായിട്ട് കുറേ നാളുകളായ പോലെയാണ് നമ്മളെ സ്നേഹിക്കുക. ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി തിരിച്ചു വന്നാൽ പോലെ അവരുടെ സ്നേഹം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓസം അല്ലേ, ഭയങ്കര വണ്ടർഫുൾ സ്നേഹം. നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന അമ്മമാരും പാരൻസ് കഴിഞ്ഞാൽ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ പെറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടില്ലിനും പറഞ്ഞത് എന്താണ്, ഞാൻ ഭയങ്കര നന്ദിയുള്ളവനായിരിക്കും ജെഫിനെ ആരെങ്കിലും നോക്കുകയാണെങ്കിൽ. ഹി നീഡ്സ് എ ലിറ്റിൽ ഫുഡർ ആൻഡ് ലോഡ്ജിങ് അറ്റ് നൈറ്റ്. കുറച്ച് ഫുഡും ഒരു താമസിക്കാൻ ഒരു സ്ഥലവും മാത്രം കൊടുത്താൽ മതി എന്നാണ് ടില്ല് പറയുന്നത്. സെഡ് ടിൽ. The Archduke immediately ordered the donkey to be taken care of and he added, treat it like one of my own animals. ചുമ്മാ ഒന്നുമല്ല ആർച്ച് ഡ്യൂക്ക് പറഞ്ഞത്. ആർച്ച് ഡ്യൂക്ക് എങ്ങനെയാ പറഞ്ഞ, ടില്ലിൻ്റെ അവിടെ ഓർഡർ ചെയ്തു. ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, കിങ് ആർച്ച് ഡ്യൂക്ക് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ, എല്ലാം ഇങ്ങനെ ആജ്ഞാപിക്കാം. എന്നിട്ട് എന്താ, ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെയാണ് കേട്ടോ, ഓർഡർ ദ ഡോങ്കി ടു ബി ടേക്കൺ കെയർ ഓഫ്. എന്നിട്ട് പറഞ്ഞ സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചേ, ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ ആനിമൽസ്. എൻ്റെ സ്വന്തം മൃഗത്തിനെ പോലെ ട്രീറ്റ് ചെയ്തോളണമെന്ന്. അപ്പോൾ ആർച്ച് ഡ്യൂക്കിൻ്റെ മൃഗം എന്ന് പറയുമ്പോൾ ആ സോൾജേഴ്സ് അല്ലെങ്കിൽ അവിടെ ഉള്ള കോട്ടിയേഴ്സ് എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്? അടിപൊളി ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. എൻ്റെ സ്വന്തം ആളാണ്, എൻ്റെ സ്വന്തം മൃഗമാണെന്നാണ് പറഞ്ഞേക്കണം. എൻ്റെ സ്വന്തം മൃഗത്തിനെ പോലെ ട്രീറ്റ് ചെയ്യണം. സോ ജെഫ് ഇസ് ഗോയിങ് ടു ഗെറ്റ് എ വണ്ടർഫുൾ ട്രീറ്റ് ദർ അല്ലേ, ജെഫിന് അവിടെ സുഖമായിട്ട് ജീവിക്കാം എന്ന് നമുക്ക് മനസ്സിലായില്ലേ? Before long, supper was served and it was like a wedding feast. വെഡ്ഡിങ് ഫീസ്റ്റിന് പോയിട്ടുണ്ടോ? കല്യാണ വിരുന്നിനൊക്കെ പോയിട്ടില്ലേ? ഓർഡർ ബുഫേയൊക്കെയാണ് ഇപ്പോൾ മിക്ക വെഡ്ഡിങ്സും, നമുക്കറിയാം കുറേ ഫുഡ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴാണ് ബിഫോർ ലോങ് സപ്പർ ആണ് കേട്ടോ. സപ്പർ വാസ് സെർവ്ഡ്. സപ്പർ സെർവ് ചെയ്ത് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡ്ഡിങ് ഫീസ്റ്റ്. ദ ടേബിൾസ് വെർ ലോഡഡ് വിത്ത് എവറി കൈൻഡ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. കുറേ ടൈപ്പിലുള്ള ഭക്ഷണം, കുറേ ഡ്രിങ്ക്സും ഒക്കെ കൊണ്ട് ടേബിൾ ലോഡഡ് ആയിരുന്നു. ലോഡഡ് എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുമായിരുന്നു. വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ. വൈൻ എങ്ങനെയായിരുന്നു? വെള്ളം പോലെയായിരുന്നു. കുറേ ഉണ്ടായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. ദ കോട്ടിയേഴ്സ് സ്റ്റഫ്ഡ് ദെംസെൽസ് വിത്ത് ദ ചോയ്സസ് ഡിഷസ്. അപ്പോൾ കോട്ടിയേഴ്സ് ഒക്കെ ഈ അവരവരുടെ ചോയ്സുള്ള ഡിഷ് ഒക്കെ ഇതാക്കി. ദ ആർച്ച് ഡോഗ് മേഡ് ടൈൽ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് അണ്ടിൽ സ്റ്റൊമക്ക് വാസ് അബൌട്ട് ടു ബേസ്റ്റ്. വയറ് പൊട്ടിപ്പോണ വിധത്തിൽ കഴിക്കാൻ ആർച്ച് ഡോഗ് ടില്ലിനോട് പറഞ്ഞു. ടില്ലിനെ കഴിപ്പിച്ചു എന്നാണ്. അപ്പോൾ ദ കിങ്, നമുക്ക് കിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക, ആദ്യത്തെ മര്യാദയൊക്കെ മനസ്സിലായി അല്ലേ? കൈൻഡാണ്, സിമ്പത്തറ്റിക് ആണ്. ഇവിടെ നോക്കിയേ, ടില്ല് അവിടുത്തെ ഇപ്പോൾ കോഡ് പെയിൻറ്ററാണ്. അപ്പോൾ ആർച്ച് ഡ്യൂക്കിനൊക്കെ താഴെയാണല്ലോ എന്തായാലും ജോയിൻ ചെയ്തേക്കണം. ബട്ട് ഹി മെയ്ഡ് എ മീറ്റ് ടിൽ സ്റ്റൊമക്ക് വാസ് അബൌട്ട് ടു ബേസ്റ്റ് അല്ലേ, വയറ് പൊട്ടിപ്പോണവരെ കഴിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇപ്പം അമ്മമാർ അല്ലേ, ഗസ്റ്റൊക്കെ വരുമ്പോഴാണ് മാത്രമല്ല നമ്മുടെ അമ്മമാർ കുറച്ചും കൂടി കഴിക്കും നമ്മൾ കമ്പയർ ചെയ്യില്ലേ. കാരണം അവരുടെ സന്തോഷം എന്ന് പറയണത് വയറ് നിറഞ്ഞിരിക്കണതാണ്. ഓക്കെ, ചിലവർ ഭക്ഷണം തന്നിട്ടാണ് സ്നേഹിക്കുക. സോ ഇവിടെ ആർച്ച് ഡ്യൂക്കും സെയിം തിങ് ആണ് ചെയ്യുന്നത്. ദ ആർച്ച് ഡ്യൂക്ക് ടു ഹേറ്റ് ഹേർട്ട്ലി. അപ്പം ആർച്ച് ഡ്യൂക്കും കഴിച്ചു, വയറ് നിറച്ച്, മനസ്സ് നിറഞ്ഞ്, ഹൃദയം നിറഞ്ഞ്, മനസ്സ് നിറഞ്ഞ് കഴിക്കുക എന്നൊക്കെ പറയില്ലേ. ഓക്കെ, ഹിസ് ഫേസ് വാസ് ഫ്ലഷ്ഡ് വിത്ത് ഡ്രിങ്ക്. ഫ്ലഷ് എന്ന് പറഞ്ഞാൽ എന്താ? ചുമന്ന് വരിക എന്നർത്ഥം. ഡ്രിങ്ക്സ് കഴിച്ചാൽ നമുക്ക് അറിയാമല്ലോ, ചുമന്നൊക്കെ വരും ഫേസ്. ഓക്കെ, ബട്ട് ഈ സീംഡ് ലോസ്റ്റ് ഇൻ തോട്ട്. പക്ഷേ എന്താ പറ്റി? സീംഡ് ലോസ്റ്റ് ഇൻ തോട്ട്. പെട്ടെന്ന് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഹാപ്പി ആയിരുന്നു, ഓക്കെ ആയിരുന്നു. ബട്ട് പെട്ടെന്ന് ഒരു ചിന്തയിൽ ഇങ്ങനെ ലോസ്റ്റ്, ചിന്തയിൽ ആണ്ടുപോയി എന്നൊക്കെ പറയില്ലേ. ബട്ട് ഈ സീംഡ് ലോസ്റ്റ് ഇൻ തോട്ട്സ്. എന്താണ് ആ തോട്ട് എന്ന് നമുക്ക് നോക്കാം. ഏത് തോട്ടിലാണ് ആർച്ച് ഡ്യൂക്ക് ലോസ്റ്റ് ആയത്? ഓക്കെ, he suddenly looked up and said loudly. എന്താ പറഞ്ഞേ? ഒച്ചത്തിൽ, പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഒച്ചത്തിൽ പറഞ്ഞു. എന്താ പറഞ്ഞേ നോക്കാം. Our court painter must paint our portrait so that we will have the satisfaction of leaving a memory to our descendants. എന്താണ്? ഇപ്പോൾ കോട്ട് പെയിൻറ്റർ ഉണ്ട് എവിടെ? കൊട്ടാരത്തിൽ. കോട്ട് പെയിൻറ്റർ എന്താ ചെയ്യേണ്ടത്? മസ്റ്റ് പെയിൻറ്റ് അവർ പോർട്രേറ്റ്. എൻ്റെ പോർട്രേറ്റ് പെയിൻറ്റ് ചെയ്യണം. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചിത്രം അല്ലേ, പടം വരയ്ക്കണം. So that we will have the satisfaction of leaving a memory to our descendants. നമ്മുടെ പിൻഗാമികൾ, ഇപ്പം രാജാവ് പറയുമ്പോൾ നമ്മൾ എന്നൊക്കെ പറയുള്ളൂ, ഞാൻ എന്ന് പറയില്ല. അപ്പം നമ്മുടെ പിൻഗാമികൾക്ക് വരുമ്പോൾ രാജാവിനെ കാണാൻ പറ്റണം. ഇങ്ങനെ ഒരു ആർച്ച് ഡ്യൂക്ക് ഇവിടെ ഉണ്ടായിരുന്നെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പോർട്രേറ്റ് പെയിൻറ്റ് ചെയ്യണം എന്നാണ് ആർച്ച് ഡ്യൂക്ക് ആവശ്യപ്പെടുന്നത്. ഓക്കെ, ആവശ്യപ്പെടുക എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാമല്ലോ, ആജ്ഞാപനമാണ്, അല്ലാതെ ഓർഡറിങ് ആണ്. ഇറ്റ് ഇസ് നോട്ട് റിക്വസ്റ്റ്. കിങ് ഒരിക്കലും റിക്വസ്റ്റ് ചെയ്യില്ലല്ലോ ആർച്ച് ഡ്യൂക്ക്. സോ ദാറ്റ്, അപ്പോൾ ഡിസെൻഡൻസ് എന്ന് പറയുമ്പോൾ ഡിസെൻഡൻസ് വേർഡ് പിൻഗാമികൾ എന്നാണ്. വരുമ്പോൾ അവർക്ക് പിൻഗാമികൾ വരുമ്പോൾ ഇപ്പോൾ ആർച്ച് ഡ്യൂക്കിൻ്റെ കാലശേഷം വേറെ ആരെങ്കിലും ആയിരിക്കുമല്ലോ നെക്സ്റ്റ് ആർച്ച് ഡ്യൂക്ക്.
അപ്പോൾ അവർ വരുമ്പോൾ എന്താവണം, അവർക്ക് മനസ്സിലാവണം ഞാൻ ഇങ്ങനെ ഒരു ആർച്ച് ഡ്യൂക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവാൻ വേണ്ടി ഒരു പോർട്രേറ്റ് വേണം എന്നാണ് പറയുന്നത്. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. എന്താ പറഞ്ഞേ, എനിക്കും ഈ ഹിസ്റ്ററിയിൽ ഇടം പിടിക്കണം. എങ്ങനെയാണ്, ചുമ്മാ ഒന്നുമല്ല. ഇപ്പോൾ ആർച്ച് ഡ്യൂക്കിന് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ ആൻസിസ്റ്റേഴ്സ് എന്താണ്, മുൻഗാമികൾ. പിൻഗാമികളും മുൻഗാമികളും അറിയാലോ. ഫസ്റ്റ് ആദ്യം ഉണ്ടായിരുന്നവർ, പിന്നെ വരുന്നവരാണ് പിൻഗാമികളെങ്കിൽ മുൻഗാമികൾ. അപ്പോൾ നോബൽ ആൻസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ആർച്ച് ഡ്യൂക്കിനും. ആൻസിസ്റ്റേഴ്സിന്റെ പടം ഈ വാളിനെയൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് പോലെ, അഡോൺ ചെയ്തെന്ന് പറയാം, അലങ്കരിച്ചിരിക്കുന്നത് പോലെ തന്നെ എൻ്റെ പടവും ഇവിടെ ഉണ്ടാവണം. ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. ഒബ്വിയസ്ലി നമുക്കറിയാം, നമുക്ക് മരണത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുമ്പോൾ എന്ന് പറയുന്നത് മരിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ വളരെ കുറവാണ്. വളരെ 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 കുറവാണ്. ജീവിതം മുന്നോട്ട് എന്ന് ചിന്തിക്കുന്നവരാണ്. നാളെ അലാം ക്ലോക്ക് വെക്കുന്നത് ജീവിച്ചിരിക്കും എന്ന ഉറപ്പോടുകൂടി തന്നെയാണ്, അല്ലേ? സോ ഇറ്റ് ഈസ് റിയലി സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. We don't know when God will think fit to summon us, but our portrait should be painted. നമുക്കറിയില്ല God will think fit to summon us എന്ന് പറയുമ്പോൾ നമ്മളെ എവിടെയാണ് summon us, നമ്മളെ എപ്പോൾ വിളിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാണ്? ഗോഡാണ്. പക്ഷെ നമുക്കതറിയാമോ? നമ്മൾ എപ്പോൾ മരിക്കുന്നത് നമ്മളോട് പറഞ്ഞിട്ടാണ് വിട്ടേക്കുന്നത്? ഇല്ലല്ലോ. സോ നമുക്കറിയില്ല അത് എപ്പോഴാണെന്ന്. സോ എൻ്റെ പോർട്രേറ്റ് പെയിന്റ് ചെയ്യണം എന്നാണ് ഇവിടെ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞിരിക്കുന്നത്. Till quickly replied, Your Lordship's slightest wish is to me command. അപ്പോൾ ടിൽ എന്താ പറഞ്ഞേ? ആർച്ച് ഡ്യൂക്ക് പറഞ്ഞത് എൻ്റെ പടം വരക്കണം, ദൈവം എപ്പോൾ എന്നെ വിളിക്കുന്ന അറിയില്ലല്ലോ, സോ പടം വരക്കണം എന്ന് പറഞ്ഞു. ടില്ലിൻ്റെ റിപ്ലൈ എന്തായിരുന്നു? ടില്ല് പറയുന്നത് യുവർ ലോർഡ്ഷിപ്സ് സ്ലൈറ്റസ്റ്റ് വിഷ് ഇസ് ടു മീ കമാൻഡ്. ചെറിയൊരു വിഷ് പോലും എനിക്ക് കമാൻഡാണ്, കൽപ്പന പോലെയാണ്. All the same, I do feel rather unhappy about painting your lordship all by yourself. പക്ഷെ അറ്റ് ദ സെയിം ടൈം, അതേസമയം എനിക്ക് ലോർഡ്ഷിപ്പിനെ വരയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒറ്റയ്ക്ക് വരയ്ക്കണം എന്ന് വിചാരിക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു വിഷമം ഉണ്ടെന്നാണ് പറയണം. സോ വരക്കാം പറഞ്ഞു, വരക്കണത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്, എനിക്ക് കൽപ്പന പോലെയാണ്, ഞാനത് ചെയ്യാം. പക്ഷേ ഒറ്റയ്ക്ക് വരയ്ക്കണ്ടേ, ഒറ്റയ്ക്ക് വരക്കണത് എനിക്കെതിരെ സങ്കടമുള്ള കാര്യമാണെന്ന് പറയും. Is it not terrible to think of your lordship being lonely forever and ever? ഒരു പോർട്രേറ്റ് എന്ന് പറയുമ്പോൾ ആ കൊട്ടാരത്തിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. ആ കൊട്ടാരത്തിലുള്ളപ്പോൾ എന്ത് പറ്റും, ഒറ്റയ്ക്ക് നിൽക്കണ ഒരു രാജാവിൻ്റെ ഫോട്ടോ ആവുമ്പോൾ ഒരു വിഷമമല്ലേ എന്നാണ് തില്ല് ചോദിക്കുന്നത്. Don't you think, ladies and gentlemen, that His Highness should be accompanied at least by Her Highness, her ladies, the noble generals and captains who adorn this court? അപ്പോൾ അവിടെയുള്ള ആൾക്കാരോട് ടില്ല് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തോന്നണില്ലേ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ? അപ്പം ഇറ്റ് ഈസ് എ വേ ടു ഷോ റെസ്പെക്ട്. അവിടെ എല്ലാവരെയും വിളിക്കുകയാണ്, നമ്മൾ സല്യൂട്ട് ചെയ്യുകയാണ്. ഓക്കെ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദാറ്റ് ഈസ് ഹൈനസ്. ആ ഹൈനസിനെ എങ്ങനെയാണ് വരക്കേണ്ടത്? ഷുഡ് ബി അക്കംപനീഡ്. അക്കംപനീഡ് എന്ന് വെച്ചാൽ ഒറ്റയ്ക്കല്ലാതെ കൂടെ വരക്കേണ്ടത് ആരൊക്കെയാണ്? ഹൈനസ് വേണം, ബൈ ഹെർ ഹൈനസ്. അപ്പോൾ ആർച്ച് ഡ്യൂക്കിൻ്റെ വൈഫിനെ വേണം. ഹെർ ലേഡീസ്, ആർച്ച് ഡ്യൂക്കിൻ്റെ വൈഫിൻ്റെ കൂടെ എന്തായാലും ലേഡീസ് ഉണ്ടാവും. ആ ലേഡീസിന് ദ നോബൽ ജനറൽസ്, അവിടെ ജനറൽസും ക്യാപ്റ്റൻസും അവരൊക്കെ ഉണ്ടാവും. അവരൊക്കെ കോർട്ടിനെ അലങ്കരിക്കുന്ന ആൾക്കാരാണ്. ഈ കോർട്ടിൻ്റെ ബലം എന്ന് പറയുന്നത് ഈ ഇത്രയും ആൾക്കാരാണ്. അവരൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് തോന്നണില്ലേ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡോണ്ട് യു തിങ്ക് എന്നാണ് ചോദിക്കുന്നത്. A court like this have few rivals in splendor, loveliness and chivalry. അപ്പോൾ ഇതുപോലത്തെ കോട്ട് എന്ന് പറയുമ്പോൾ ടില്ല് ഈ കോട്ടിനെ നല്ലതാണ് പറയുന്നത്. ഈ കോട്ടിൽ എന്താണ് പ്രത്യേകത? ഹാസ് റൈവൽസ് എന്ന് പറയുമ്പോൾ കോമ്പറ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ. അപ്പോൾ ആ കോട്ടിൽ കോമ്പറ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ സ്പ്ലെൻഡർ ആയിട്ടുണ്ട്, ധാരാളമായിട്ടുണ്ട്. പിന്നെ ലവ്ലിനെസ് ഇല്ലേ, ലവ്ലിനെസ് എന്ന് പറയുമ്പോൾ സ്നേഹമയമായ ആൾക്കാർ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഷിവാൽറി എന്ന ധീരതയുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. സോ ഇൻ ദ മിഡസ്റ്റ് ഓഫ് സച്ച് വാലർ ആൻഡ് ബ്യൂട്ടി, വാലർ എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്, ആൻഡ് ബ്യൂട്ടി അറിയാലോ, ഭംഗി. Okay, I will make my lord and lady shine forth like the moon surrounded by the lanterns. അപ്പോൾ ഞാൻ ഈ എല്ലാവരുടെയും കൂട്ടത്തിൽ എൻ്റെ ലോർഡിനെയും ലേഡിനെയും എങ്ങനെയാണ് ഷൈൻ ഫോർത്ത് ലൈക്ക് ദ മൂൺ, ഈ ചന്ദ്രനെ പോലെ, സറൗണ്ടഡ് ബൈ ദ ലാൻഡൻസ്, വിളക്കുകൾ ചുറ്റപ്പെട്ട ചന്ദ്രനെ പോലെ ആണ് വരക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയണം. The Archduke thought that it was a good idea. അല്ലേ? കേട്ടപ്പോൾ ആർച്ച് ഡ്യൂക്കിന് സന്തോഷമായി. എൻ്റെ പടം നടുക്ക് ചുറ്റും എൻ്റെ കുറേ ആൾക്കാർ. ഓക്കെ, ദാറ്റ് വിൽ ബി
ബ്യൂട്ടിഫുൾ. അപ്പോൾ മനസ്സിലായി, ആർച്ച് ഡ്യൂക്കും വിചാരിച്ചു ഇതൊരു നല്ല ഐഡിയ ആണ്, നല്ല ആശയമാണ്. ഐഡിയ അറിയാലോ, ആശയം. അപ്പോൾ അവിടെ ആരൊക്കെയാണ് വരക്കുന്ന ഈ സെന്റൻസ് വേണേ, മൈ ലോർഡ് ആൻഡ് ലേഡി ഷൈൻ ഫോർത്ത് മൂൺ സറൗണ്ടഡ് ബൈ ലാൻഡേഴ്സ്. അപ്പോൾ ക്വസ്റ്റൻ ആൻസേഴ്സിലൊക്കെ വന്നാൽ നമുക്കറിയാലോ ഇവിടെ ആരാണ് മൂൺ എന്ന് പറയുന്നത്. മൂൺ എന്ന് പറയുന്നത് ആരാണ്? ലേഡി ഹൈനസ് ഉണ്ട്, ആർച്ച് ഡ്യൂക്ക് ഉണ്ട്. അപ്പോൾ ലോർഡിനെയും ലേഡീനെയാണ് മൂണായിട്ടും, ബാക്കി ലാൻഡേൺസ് ആരാണ്? ലാൻഡേൺസ് എന്ന് പറഞ്ഞാൽ വിളക്കാണ്, കോർട്ടിയേഴ്സിനെയാണ് വിളക്കായിട്ട് വരക്കാൻ ഉദ്ദേശിക്കുന്നത്. വെൽ മൈ ഫ്രണ്ട്, യുവർ പെയിന്റിംഗ് വിൽ ബി എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. വാട്ട് റിവാർഡ് ഡു യു എക്സ്പെക്ട് ഫോർ ഇറ്റ്? അപ്പോൾ ഇതിൽ നല്ല എനിക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്, പെയിന്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം വരക്കാൻ പോണ പെയിന്റിങ് കേട്ടോ, വരച്ചിട്ടില്ല. വിൽ ബി എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. അതുകൊണ്ടാണ് ഇവിടെ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ചിരിക്കണം. വിൽ ബി, വരച്ചിട്ടില്ലല്ലോ. വിൽ ബി എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. വാട്ട് റിവാർഡ് ഡു യു വാണ്ട്? എന്താണ് വേണ്ടത്? എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം? എന്ത് റിവാർഡാണ്? റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്ത് സമ്മാനമാണ് പ്രതീക്ഷിക്കുന്നത്? എന്താണ് പറയുന്നത്? 100 pieces ഓഫ് ഗോൾഡ്. അന്ന് സ്വർണ്ണ നാണയങ്ങളാണ് കൊടുത്തിരുന്നത്. അപ്പോൾ 100 pieces ഓഫ് ഗോൾഡ് ആണ് ഇവിടെ ആര് ചോദിക്കുന്ന? ടിൽ. പറഞ്ഞു പറഞ്ഞിട്ട് ടിൽ ആരായിരുന്നു? നമ്മുടെ മെയിൻ ക്യാരക്ടർ, ദ പെയിന്റർ. ഓക്കെ, യു ക്യാൻ പേ മീ നൗ ഓർ ലേറ്റർ ജസ്റ്റ് ആസ് യു പ്ലീസ്. ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ചെയ്താലും മതി, അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ. ജസ്റ്റ് ആസ് യു പ്ലീസ് എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് ഇഷ്ടമുള്ളതുപോലെ ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ തരാം, അല്ലെങ്കിൽ പിന്നെ തന്നാലും മതി എന്നാണ് ടില്ല് പറയുന്നത്. ഹിയർ ആർ ദ 100 pieces ഓഫ് ഗോൾഡ് ഇൻ അഡ്വാൻസ് സെഡ് ദ ആർച്ച് ഡ്യൂക്ക് ഗിവിംഗ് ഹിം ദ ഗോൾഡ്. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് അപ്പം തന്നെ കൊടുക്കുകയാണ്. ഇപ്പം തന്നെ കൊടുത്തിട്ട് പറഞ്ഞ് എന്നാൽ അഡ്വാൻസ് ആയിട്ട് 100 pieces ഓഫ് ഗോൾഡ് ഉണ്ട് എന്ന് പറഞ്ഞ് ആർച്ച് ഡ്യൂക്ക് അവിടെ ടില്ലിന് ഗോൾഡ് കൊടുത്തു. ഇനിയാണ് നമ്മുടെ കഥയിലോട്ട് നമ്മൾ കൂടുതലായിട്ട് പോകണം. കഥയ്ക്ക് ഞാൻ പറഞ്ഞല്ലേ ഇപ്പോഴും മിസ്റ്റീരിയസ് പിക്ചർ വരച്ചിട്ടില്ല, പിക്ചർ വരക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ പിക്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. പിക്ചർ എന്താണ് വരക്കാൻ പോകുന്നത്? ദ കിങ് ഉണ്ട്, ദ ലോർഡ് ഹൈനസ് ഉണ്ട്, ഹെർ ഹൈനസ് ഉണ്ട്, പിന്നെ ഓൾ ദ ലേഡീസ് ആൻഡ് ദ കോർട്ടിയേഴ്സ്, ആ ക്യാപ്റ്റൻസും ജനറൽസും എല്ലാം ഉള്ള ഒരു പിക്ചറാണ് നമ്മളിവിടെ ടില്ല് ഇവിടെ വരക്കാൻ പോകുന്നത്. ക്ലിയർ? My lord, you are the most generous of masters. You have filled my lamp with oil. It will forever burn in your honor. അപ്പോൾ ഇവിടെ എന്താണ്? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ജനറസ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഒരു കിങ് ആണ് അങ്ങ് ഓഫ് മാസ്റ്റേഴ്സ്. യു ഹാവ് ഫിൽഡ് മൈ ലാമ്പ് വിത്ത് ഓയിൽ. എൻ്റെ ലാമ്പ് ഓയിൽ ഒഴിക്കുക എന്ന് പറയുന്നത് എന്താ അർത്ഥം? ലാമ്പ് ഓയിൽ എന്താ ഉദ്ദേശിച്ച? ഇവിടെ ടില്ലിൻ്റെ കയ്യിൽ വിളക്കുണ്ടായിരുന്നോ? എന്താ ഉദ്ദേശിക്കണം? യു ഹാവ് ഫിൽഡ് മൈ ലാമ്പ് വിത്ത് ഓയിൽ എന്ന് പറഞ്ഞാൽ ലൈഫിൽ വെളിച്ചം കൊണ്ടുവന്നു, അല്ലെങ്കിൽ ലൈഫിന് ഒരു അർത്ഥം കൊണ്ടുവന്നു, ലൈഫിന് ജീവിക്കാൻ ഒരു മാർഗം കൊടുത്തു എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ ഒരു ഫ്രേസ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ. ഇറ്റ് വിൽ ഫോർ എവർ ബേൺ ഇൻ യുവർ ഓണർ. ഇത് എപ്പോഴും ഈ വിളക്ക് എന്നാൽ അത് സിംബോളിക് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വിളക്ക് എപ്പോഴും അങ്ങേക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങയുടെ പാടി പുകഴ്ത്താൻ വേണ്ടി ജ്വലിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ പറയൂലേ, സെയിം തിങ്. ഓക്കെ, ദ നെക്സ്റ്റ് ഡേ ടിൽ ആസ്ക്ഡ് ദ ആർച്ച്ഡ്യൂക്ക് to allow him to see all the courtiers who were to be painted along with him. അപ്പോൾ ടില്ല് പറഞ്ഞു നെക്സ്റ്റ് ഡേ വരുമ്പോൾ, അതായത് പിറ്റേ ദിവസം എല്ലാ ആൾക്കാരും ടില്ലിനെ കാണാൻ വരണം. ആരൊക്കെയാണ്? ആർച്ച് ഡ്യൂക്കിൻ്റെ കോർട്ടിയേഴ്സിലുള്ള ആൾക്കാർ പെയിൻറ് ചെയ്യണ്ടേ, അപ്പോൾ അവർ വന്ന് ടില്ലിനെ കാണണം എന്ന് പറഞ്ഞു. ദേ കെയിം ആൻഡ് സോ ഹിം വൺ ബൈ വൺ. ഓരോരുത്തരായിട്ട് വന്നുവല്ലോ. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു. ദ ഫസ്റ്റ് ടു കം ആരാണ്? ദ ഫസ്റ്റ് ടു കം വാസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ആർമി. ആദ്യം വന്ന ആളെന്ന് പറയുന്നത് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ആർമി. ആർമിയുടെ കമാൻഡർ ഇൻ ചീഫാണ് വന്നത്. ഹി വാസ് എ ഷോർട്ട് ഫാറ്റ് ബൾഡ് മാൻ വിത്ത് എൻ എനോമസ് സ്പോഞ്ച്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി കമാൻഡർ ഇൻ ചീഫിനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഷോർട്ട് എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞ, ഫാറ്റാണ്, വണ്ണമുണ്ട്. ബോൾഡ് മാൻ എന്ന് പറഞ്ഞാൽ, ബോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഷണ്ടിയാണ്. ഓക്കെ, വിത്ത് ആൻ എനോമസ് സ്പോഞ്ച്. എനോമസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിഗ് ആണ്, അർത്ഥം ബിഗ് ആണ്. പോഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കേട്ടിട്ടുണ്ടോ വേർഡ്? പോഞ്ച് എന്ന് പറയുന്നത് വയറാണ്, സ്റ്റമക്ക്. അപ്പോൾ വലിയൊരു കൊടവയറൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹി വിസ്പേർഡ് ഇൻ ടിൽസ് ഇയർ. ചെവിയിൽ വിസ്പർ ചെയ്യുക എന്ന് പറയുന്നത് ചെവിയിൽ ഒന്ന് പറയാല്ലേ, വിസ്പർ ചെയ്തു. വെൻ യു പെയിന്റ് മൈ പിക്ചർ. കമാൻഡർ ഇൻ ചീഫാണ് പറയണമെന്ന് ഓർക്കണേ. വിസ്പറിങ് ആണെങ്കിലും ഇറ്റ് ഈസ് എൻ ഓർഡർ. വെൻ യു പെയിന്റ് മൈ പിക്ചർ റിമെമ്പർ യു ആർ ടു മേക്ക് മീ ലുക്ക് ഹാൻസം. എന്താണ്? എൻ്റെ പടം വരയ്ക്കുമ്പോൾ എൻ്റെ പടം നല്ല ഭംഗിയായിട്ട് വരയ്ക്കണം. ഒരു ഫോട്ടോ എടുത്ത് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞാൽ എന്ത് പറയും? നന്നായിട്ട് എടുത്ത് തന്നെ കേട്ടോ എന്ന് പറയും. അപ്പോൾ ഇവിടെ പിക്ചറാണ്, അത് എപ്പോഴും പിൻഗാമികളൊക്കെ കാണാനുള്ള, ഡിസെൻഡൻസ് ഒക്കെ കാണാനുള്ളതാണ്.
അപ്പോൾ യു ഹാവ് ടു പെയിന്റ് മൈ പിക്ചർ എങ്ങനെയാണ് ആൻഡ് മേക്ക് മീ ലുക്ക് ഹാൻസം അല്ലേ? ആരാ പറഞ്ഞത്? കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ആർമി പറഞ്ഞത് അങ്ങനെയാണ്. ആള് ഹാൻസം ആയിരുന്നോ? കാണാൻ ഹാൻസം ആണോ? എങ്ങനെയായിരുന്നു? ഷോർട്ടാണ്, ഫാറ്റാണ്, കശന്തിയാണ്, വലിയ കൊടവയറുണ്ട്. ഹാൻസം ആണോ? എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായത്തിൽ? എന്താണ്? ഹാൻസം ആണോ? ഓക്കെ. ഇഫ് യു ഡോണ്ട് മേക്ക് മൈ സ്റ്റൊമക്ക് ലുക്ക് ഫ്ലാറ്റ്, എനോമസ് സ്പോഞ്ച് ഉണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ സ്റ്റൊമക്ക് എങ്ങനെ ആയിരിക്കണം? ഫ്ലാറ്റ് ആയിരിക്കണം. ഐ വിൽ ഹാവ് യു ഹാങ്ഡ്. സ്റ്റൊമക്ക് ഫ്ലാറ്റ് ആയിട്ട് വരച്ചില്ലെങ്കിൽ ഞാൻ തൂക്കിക്കൊല്ലും എന്നാണ് പറയുന്നത്. റിമെമ്പർ ഐ വാസ് വൺസ് എ വെരി ഹാൻസം സോൾജർ. അപ്പൊ സോൾജർ തന്നെ പറഞ്ഞു ഞാൻ ഇപ്പൊ ഹാൻസം അല്ലെന്ന്. ഐ വാസ് വൺസ് എ വെരി ഹാൻസം സോൾജർ. ഞാൻ പണ്ട് ഒരു കാലത്ത് നല്ല സുന്ദരനായിരുന്നു എന്നാണ് ആര് പറഞ്ഞത്? സോൾജർ പറഞ്ഞത്. കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ആർമി ആണ് വന്നത്. കമാൻഡർ ഓഫ് ചീഫ് ആർമി ഹാൻസം അല്ല, പക്ഷെ ഹാൻസം ആയിട്ട് വരച്ചോളണം, കൊടവയറുണ്ടാവാൻ പാടില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഐ വിൽ ഹാങ് യു എന്നാണ് പറഞ്ഞത്. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ആള് വന്നപ്പോ തന്നെ ടില്ലിന് സമാധാനമായിട്ടുണ്ടാവും അല്ലേ? നോക്കാം നമുക്ക്. അപ്പൊ ആകെ ഒരാളാണ് വന്നേക്കുന്നത് അല്ലേ? ഒരാള് വന്നപ്പോ തന്നെ സമാധാനമായിട്ടിരിക്കുന്ന ടില്ലിന്റെ അടുത്തോട്ട്. അടുത്തത് ആരാ വരുന്നേന്ന് നമുക്ക് നോക്കാം. അടുത്ത ആരാ വരുന്ന? ആൻ എൽഡർലി ലേഡി. പേരൊന്നും പറഞ്ഞിട്ടില്ല. ആൻ എൽഡർലി ലേഡി കെയിം നെക്സ്റ്റ്. അപ്പൊ ഒരു പ്രായമുള്ള ഒരു സ്ത്രീയാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഷീ ഹാഡ് എ ലാർജ് ഹംബ് ഓൺ ഹെർ ബാക്ക്. എന്താ ഉള്ളേ? ഹമ്പുണ്ട്, മുഖത്ത് ഒരു ഹമ്പുണ്ട്. ഹമ്പ് എന്താ? നമ്മളെ കുഞ്ഞിക്കൂനൻ മൂവിയിൽ ദിലീപിന്റെ പുറത്തില്ലേ, എക്സ്ട്രാ മസിലാണെന്ന് പറയുന്ന സാധനം, അത് തന്നെ. ഓക്കെ. സോ ഷീ ഹാഡ് എ ലാർജ് ഹംബ് ഓൺ എ ബാക്ക്. ഹമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാമലിന്റെ പുറത്ത് ഹമ്പ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഒരു മുഴ പോലെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇതുപോലെയാണ്, ഒരു മഴയാണ് അത്, ശരിക്കും കൂന് ഒക്കെയാണത്. അപ്പോൾ അതുണ്ട് മുതുകത്ത്. ഓക്കെ. സർ പെയിന്റർ, ഷീ സെഡ് സോഫ്റ്റ്ലി. നല്ല വിനയത്തിലായിട്ടൊക്കെയാണ് സംസാരിക്കണം കേട്ടോ. മേക്ക് മീ ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. എന്താണ് ആവശ്യപ്പെടുന്നത്? വിനയത്തിലൊക്കെ സംസാരിച്ച് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ എന്താ പറയുന്നേ? മേക്ക് മീ ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. എന്നെ ചെറുപ്പക്കാരിയുമാക്കണം, സുന്ദരിയുമാക്കണം. മനസ്സിലായല്ലോ? ചെറുപ്പക്കാരിയാക്കണം, സുന്ദരിയാക്കണേ. ഇഫ് യു ഡോണ്ട് റിമൂവ് ദ ഹംബ് ഓൺ മൈ ബാക്ക്, ഹംബ് മാറ്റിയില്ലെങ്കിൽ, ആൻഡ് സപ്ലൈ വാട്ട് ഐ ലാക്ക് ഇൻ ബ്യൂട്ടി. എന്താണ്? എൻ്റെ സൗന്ദര്യത്തിൽ എന്തൊക്കെ കുറവുകളുണ്ടോ അതൊക്കെ തന്നെ അതൊക്കെ പെയിന്റിങ്ങിൽ ഉണ്ടാവണം. ഓക്കെ. ഐ വിൽ ഹാവ് യു ടോർ ടു പീസസ്. അടുത്ത ഭീഷണിയാ. എന്തായിരുന്നു വന്നേക്കണത്? ആരാണ്? എൽഡർലി ലേഡി ആണ്. ആ ലേഡി, എൽഡർലി ലേഡി എന്ന് പറയുമ്പോൾ തന്നെ പ്രായമുള്ളതാ. എൽഡർലി ലേഡിയുടെ ബാക്കിൽ എന്തുണ്ട്? ഹമ്പ് ഉണ്ട്. ആവശ്യപ്പെടുന്നത് എന്താണ്? യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കണം. പ്രായവും കുറക്കണം, ബ്യൂട്ടിഫുൾ ആക്കണം. പിന്നെന്താ വേണ്ട? ഹമ്പ് റിമൂവ് ചെയ്യണം. ഓക്കെ. പിന്നെ സൗന്ദര്യത്തിന് എന്തൊക്കെ കുറവ് എൻ്റെ മുഖത്ത് ഉണ്ടോ, എൻ്റെ ശരീരത്തിലുണ്ടോ, പെയിന്റിങ്ങിൽ എങ്ങനെയൊക്കെ ആയാലും ഐ മസ്റ്റ് ബി ബ്യൂട്ടിഫുൾ. എനിക്ക് സൗന്ദര്യമുള്ളതായിട്ട് വേണം പെയിന്റിങ്ങിൽ കാണാൻ. അതാണ് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ എന്താണ്? ടോർ യു ടു പീസസ് എന്ന് പറയുമ്പോൾ സെയിം തിങ്, കൊല്ലും തന്നെയാണ് ഇവിടെയും പറയുന്നത്. ടോർ യു ടു പീസസ് എന്ന് പറയുമ്പോൾ കീറി പീസ് ആക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. പറ്റോ? അപ്പൊ ഇവിടെ കൊല്ലും തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഭീഷണിപ്പെടുത്തുകയാണ്. ഓക്കെ. അടുത്ത വന്നത് യങ് ലേഡി. യങ് ലേഡി ഹു വാസ് ദി കമ്പാനിയൻ ഓഫ് ദ ഡച്ചസ് കെയിം ഇൻ ആസ് സൂൺ ആസ് ദ ഓൾഡ് ലേഡി ലെഫ്റ്റ്. അപ്പൊ ഓൾഡ് ലേഡി പോയപ്പോൾ തന്നെ നെക്സ്റ്റ് വരുന്നത് യങ് ലേഡിയാണ്. സോ യങ് ലേഡിയാണ്. ഓക്കെ. ഡച്ചസിന്റെ കമ്പാനിയൻ ആണ്. ഡച്ചസ് എന്ന് പറയുമ്പോൾ ഡ്യൂക്കിന്റെ വൈഫിനെയാണ് നമ്മൾ ഡച്ചസ് എന്ന് വിളിക്കുന്നത്. ഡച്ചസിന്റെ കമ്പാനിയൻ ആണ് വരുന്നത്. ഷി വാസ് യങ് ആൻഡ് പ്രിട്ടി. ഓ, സമാധാനം. യങ്ങും പ്രിട്ടിയാണ്, ചെറുപ്പക്കാരത്തിയാണ്, ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ബട്ട് എന്താ പ്രോബ്ലം? ഹാഡ് ലോസ്റ്റ് 3 of her front teeth in an accident. ഒരു ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ ഫ്രണ്ടിലെ 3 പല്ല് പോയിട്ടുണ്ട്. She wanted to tell that if in her picture she didn't see herself smiling with a perfect set of pearly teeth, she would have him cut into small bits by her lover. She pointed to the captain of guards. ഓ, അപ്പൊ സമാധാനം പോയില്ലേ? എന്താണ്? വന്ന ലേഡി, പിന്നെ എൽഡർലി ലേഡി പോയപ്പോൾ തന്നെ വന്നത് യങ് ലേഡിയാണ്. യങ് ലേഡി വന്നു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു? യങ് ലേഡി എന്തായിരുന്നു ചെയ്തത്? പ്രിട്ടിയാണ്, യങ് ആണ്. ഓ, ടില്ല് കണ്ടപ്പോൾ ഓർത്തുണ്ടാവും, സമാധാനം, കുഴപ്പമില്ല. പക്ഷെ ചിരിച്ചപ്പോൾ എന്താ പറ്റി? മനസ്സിലായി, ഫ്രണ്ടിൽ 3 പല്ലില്ല, ആക്സിഡന്റിൽ നഷ്ടപ്പെട്ട്. എന്നിട്ട് എന്താണ് ആവശ്യപ്പെടുന്നത്? എന്താണ്? വരക്കുന്ന പഴത്തിൽ ചിരിച്ചിട്ട് വരച്ചോളാം. ചിരിക്കണായിരിക്കണം. ചിരിക്കുമ്പോൾ ഫ്രണ്ടിലെ പല്ലൊക്കെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്ത പല്ലായിരിക്കണം, പേർലി ടീത്ത് ആയിരിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നേ? അല്ലെങ്കിൽ ഞാൻ ഐ വിൽ
മേക്ക് അല്ലേ, സ്മോൾ ബിറ്റ്സ് എന്താണ് കൊല്ലും. ഐ വിൽ മേക്ക് യു കട്ട് ഇൻ ടു സ്മോൾ പീസ്. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് കട്ട് ചെയ്യാൻ പോണേ? ആരെ കൊണ്ടാണ് കട്ട് ചെയ്യിപ്പിക്കുന്നത്? ലവറിനെ കൊണ്ടാ. ലവർ ആരാണ്? ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്. നമ്മൾ ആദ്യം കണ്ട ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് ഇല്ലേ, അതാണ് ഈ യങ് ലേഡിയുടെ ലവർ. അപ്പോൾ ഷി വുഡ് ഹാവ് ഹിം കട്ട് ഇൻ ടു സ്മോൾ ബിറ്റ്സ് ബൈ ദ ലവർ. ഇവിടെയും സ്മോൾ ബിറ്റ്സ് കട്ട് ചെയ്യുക, സ്മോൾ ബിറ്റ്സ് എന്നൊക്കെ പറയണത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊല്ലുക എന്നുള്ള രീതിയിലല്ല, കൊല്ലും. അപ്പൊ ഇവിടെയും പ്രോബ്ലം ആണ്. അണ്ടർസ്റ്റുഡ്? ഇപ്പൊ 3 പേരാണ് വന്നത്. കമാൻഡർ ഇൻ ചീഫ് വന്നു, എൽഡർലി ലേഡി വന്നു, യങ് ലേഡി വന്നു. 3 പേരുടെ ഡിമാൻഡും കേട്ടല്ലോ. 3 പേരും ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്നത് കൊല്ലുന്നത് തന്നെയാണ്. Similar requests and threats continued until he had finished with the last of the courtiers. അപ്പോൾ ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഭീഷണി. അപ്പോൾ റിക്വസ്റ്റ് വന്ന് ചിലവർ റിക്വസ്റ്റ് ചെയ്യാണ്, ചിലവർ ത്രെട്ട് ചെയ്യാണ്, ചിലവർ അപേക്ഷിക്കും, ഇങ്ങനെ ചെയ്യാവോ പ്ലീസ്, ചിലവർ അങ്ങനെ ചെയ്തോളണം ഇല്ലേ. സൗണ്ട് വ്യത്യാസം വന്നില്ലേ മിസ്സിൻ്റെ? അപ്പോൾ സെയിം തിങ്. അപ്പോൾ ത്രെറ്റ്സ് ആയിരിക്കാലും റിക്വസ്റ്റ് ആയാലും ഇത് തന്നെയായിരുന്നു മിക്കടുത്ത് എന്ത്, എല്ലാവർക്കും ഭംഗിയുള്ളവരായിട്ട് തന്നെ പെയിന്റിങ്ങിൽ വേണം. ഓക്കെ, ലാസ്റ്റ് ഓഫ് ദ കോർട്ടിയേഴ്സ്, ആ അവസാന ആൾ വരെ ഇങ്ങനെ സിമിലർ റിക്വസ്റ്റും സിമിലർ ത്രെറ്റ്സും ഒക്കെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. Then the Archduke sent for him and said. അപ്പോൾ ഇത്രയും നേരം ആൾക്കാർ ടില്ലിനെ കാണാനാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ, ടില്ലിന്റെ റൂമിലാണ് ആൾക്കാർ കാണാൻ വന്നത്. ഇനി ഇത് എല്ലാവരും വന്ന് പോയി എന്ന് പറഞ്ഞപ്പോൾ ആരാണ് ഇനി? ആർച്ച് ഡ്യൂക്ക് ടില്ലിനെ സെൻഡ് ചെയ്യിപ്പിച്ചു. സെൻഡ് ഫോർ ഹിം അല്ലേ, എൻ്റെ അടുത്ത് കാണാൻ വേണ്ടി. ആർച്ച് ഡ്യൂക്ക് അങ്ങനെയല്ലേ, ആർച്ച് ഡ്യൂക്ക് വന്ന് കാണോ? ഇല്ലല്ലോ, നമ്മളെ വിളിപ്പിക്കും. അപ്പോൾ ഇവിടെ വിളിപ്പിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞ? മൈ ഡിയർ ഫെലോ, ഐ വോണ്ട് യുവർ പോർട്രേറ്റ് ടു ബി പെർഫെക്റ്റ് ഇൻ എവറി ഡീറ്റെയിൽ. എന്താ പറയുക, മൈ ഡിയർ ഫെല്ലോ എന്നാണ് എപ്പോഴും ആർച്ച് ഡ്യൂക്ക് വിളിക്കുന്നത് അല്ലേ, ടില്ലിന് പെയിന്ററിനെ വിളിക്കുന്നത് അങ്ങനെയാണ്. മൈ ഡിയർ ഫെല്ലോ, ഐ വോണ്ട് യുവർ പോർട്രേറ്റ്, പടം എങ്ങനെയായിരിക്കണം? ടു ബി പെർഫെക്റ്റ് ഇൻ എവറി ഡീറ്റെയിൽ, എല്ലാ ഡീറ്റെയിലുള്ള ഒരു പെർഫെക്റ്റ് പോർട്രേറ്റ് ആയിരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. എങ്ങനെയായിരിക്കണം ഡീറ്റെയിൽ നോക്കാം കേട്ടോ. യു ആർ ടു പെയിന്റ് ഓൾ മൈ കോർട്ടിയേഴ്സ് എക്സാക്ട്ലി ആസ് വി സീ ദം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? എങ്ങനെയാണോ എൻ്റെ സഭയിലുള്ള ആൾക്കാരെ കാണുന്ന, കോർട്ടിയേഴ്സിനെ കാണുന്ന അതുപോലെ തന്നെ ആയിരിക്കണം പടത്തിലും. മനസ്സിലായല്ലോ? ഓക്കെ, ഫാറ്റ് ആണെങ്കിൽ ഫാറ്റ്, ടോൾ ആണെങ്കിൽ ടോള്, ഭംഗിയില്ലെങ്കിൽ ഭംഗിയില്ല, ഭംഗിയുണ്ടെങ്കിൽ ഭംഗിയുള്ളു. സോ എക്സാക്ട്ലി ആസ് ദേ ആർ, ഒരു വ്യത്യാസം വരുത്താൻ പാടില്ല. ഇഫ് യു ലീവ് ഔട്ട് എ മോൾ, ഒരു മോൾ എന്ന് വെച്ചാൽ എന്താ? ഒരു മറുകോ, എ പിമ്പിൾ ഒരു മുഖക്കുരുവോ, ഈവൺ എ സിംഗിൾ ഗ്രേ ഹെയർ ഒരു നരച്ച തലമുടി പോലും. ഐ വിൽ ഹാവ് യു സ്ലോട്ടേർഡ് ലൈക്ക് എ പിഗ്. സ്ലോട്ടർ എന്ന് പറഞ്ഞാൽ പിഗിനെ കഴുത്തറുത്ത് കൊല്ലുക എന്നൊക്കെ അർത്ഥമാണ്. സ്ലോട്ടേർഡ് ലൈക്ക് എ പിഗ്. അപ്പം ഇത്രയും പേര് വന്നിട്ട് പറഞ്ഞത് എന്തായിരുന്നു? കുറേ പേര് വന്ന് കണ്ടു പറഞ്ഞത് എന്താണ്? ഞങ്ങളെ ഭംഗിയാക്കണം, ഭംഗിയാക്കണം, ഭംഗിയാക്കണം എന്ന്. അവസാനം വെളുപ്പിച്ചത് ആർച്ച് ഡ്യൂക്കാണ്. ആർച്ച് ഡ്യൂക്ക് പറഞ്ഞത് ഓപ്പോസിറ്റ് തിങ് ആണ്. എന്താണ് പറഞ്ഞത്? സെയിം, എക്സാക്ട്ലി അവരെങ്ങനെ കാണുന്നു അതുപോലെ തന്നെ പടത്തിലില്ലെങ്കിൽ, ഒരു മൈന്യൂട്ട് ഡീറ്റെയിൽ പോലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, അതൊരു മറുകാവാം, ഒരു മുഖക്കുരു ആവാം, എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൊല്ലും എന്നാണ് ആർച്ച് ഡ്യൂക്ക് പറഞ്ഞത്. ടില്ലിന്റെ കഷ്ടപ്പാടേ, കാത്തിരുന്ന് ജോലി കിട്ടിയതാണ് അല്ലേ. ഒരു ജോലി കിട്ടി. ഇനി ഈ ജോലി എന്ത് ചെയ്യും? പെയിന്റ് ചെയ്യോ? ടില്ല് എന്ത് ചെയ്യും? ടില്ല് ധർമ്മസങ്കടത്തിലാവോ? ഇല്ലേ? ഇപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളാണ് ആ സിറ്റുവേഷനിലെങ്കിൽ എന്തായിരിക്കും? ആലോചിച്ച് നോക്കി. പെട്ടു അല്ലേ, ചെത്താനും കടലിലും നടുക്കുന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിലാണ്. ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത്? പടം വരച്ചാലും പ്രശ്നം, പടം വരച്ചില്ലെങ്കിലും പ്രശ്നം, രണ്ടാണെങ്കിലും പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ പ്രശ്നമാണ്. ഈ പ്രശ്നം എങ്ങനെയാണ് ടില്ല് സോൾവ് ചെയ്യാൻ പോണത് നമുക്ക് നോക്കാം. So now it's time to solve the problem. You understood the problem അല്ലേ? നമുക്ക് പ്രോബ്ലം മനസ്സിലായി. Who is going to solve this problem over here? Till, obviously Till അല്ലേ, Till ആണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ. പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായി. So let us find out what is the solution. അപ്പൊ സൊല്യൂഷൻ എന്താണ് Till കണ്ടുപിടിച്ചതെന്ന് നമുക്ക് നോക്കാം. Okay, Till coolly thought things over and said to himself. അപ്പോഴും ടില്ല് കൂളാണേ. ധർമ്മസങ്കടത്തിലായതൊക്കെ നമ്മളാണ് ധർമ്മസങ്കടത്തിലായത്. ടില്ല് കൂളായിട്ട് ചിന്തിക്കുക. തിങ്സ് ഓവർ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ആൻഡ് സെഡ് ടു ഹിംസെൽഫ്, സ്വയം പറയുവാണേ, ആത്മകഥനം ചെയ്യുവാണ്. ഇഫ് ഐ പെയിന്റ് ദിസ് പിക്ചർ ഐ ഷാൽ ബി സർട്ടൻലി ബി കിൽഡ്. ഈ പടം ഞാൻ വരച്ചാൽ എന്തായാലും ഞാൻ കൊല ചെയ്യപ്പെടും. either the Archduke will have me slaughtered like a pig for having disobeyed him, or the courtiers will have me murdered for painting them as they really are. എന്താണ്? എങ്ങനെയാണ് കൊല്ലപ്പെടുന്നത്? ഒന്നില്ലെങ്കിൽ ആർച്ച് ഡ്യൂക്ക് കൊല്ലും. ആർച്ച് ഡ്യൂക്ക് എങ്ങനെ കൊല്ലും? കോർട്ടിയേഴ്സ് ഒക്കെ പറഞ്ഞ അനുസരിച്ചിട്ടില്ല പടം മാറ്റി വരച്ചു കഴിഞ്ഞാൽ ആർച്ച് ഡ്യൂക്ക് കൊല്ലും. അല്ലാന്നുണ്ടെങ്കിൽ കോർട്ടിയേഴ്സ് വന്ന് ടില്ലിനെ കൊല്ലും. എന്താണെങ്കിലും പ്രശ്നമാണ്. ഓക്കെ,
ഇൻ ഐദർ കേസ് ഐ ആം ടു ഡൈ. രണ്ടാണെങ്കിലും എൻ്റെ മരണം ഉറപ്പാണ്. വാട്ട് ആം ഐ ടു ഡു? ഞാൻ ഇനി എന്ത് ചെയ്യും? Perhaps it is wiser not to paint the picture at all. എന്താ സൊല്യൂഷൻ? വാട്ട് ഇസ് ദ സൊല്യൂഷൻ ഹിയർ? പടം വരക്കാതിരിക്കുന്നതാണ് നല്ലത്, അല്ലേ? പടം വരക്കാതിരിക്കുന്നതല്ലേ നല്ലത്. ഇവിടെ കണ്ണിങ് ആണ്, ട്രിക്ക് ആണെന്നൊക്കെ നമുക്ക് തോന്നും. വില്ലൻ കഥാപാത്രം ആയോ നമ്മുടെ നായകൻ? ആയോ? ഇല്ല. വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. സ്വന്തം ജീവൻ വലുതല്ലേ ആർക്കാണെങ്കിലും, അല്ലേ? നമ്മുടെ ജീവൻ നമുക്ക് വലുതല്ലേ? സെയിം തിങ് ഇവിടെ ടില്ലിന്റെ ജീവനും വലുതാണ് ടില്ലിന്. സോ ടില്ല് വിചാരിക്കണത് ഞാൻ ഈ പടം വരയ്ക്കാതെ ഇരിക്കാം, വേറെ ഓപ്ഷൻ ഇല്ല എൻ്റെ അടുത്ത്. ഓക്കെ. The following day he asked the Archduke for the hall where he has to paint the picture. He was shown a large room with bare walls. ഞാൻ എവിടെയാണ് പടം വരക്കേണ്ടതെന്ന് ആർച്ച് ചോദിക്കുമ്പോൾ ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്യും? ഒരു ഹാള് കാണിച്ചു കൊടുക്കും. ആ ഹാളില് ലാർജ് റൂമാണ്, അതിൽ ബെയർ വാൾസ് എന്ന് വെച്ചാൽ ചുവരിലൊക്കെ ഒന്നും വരക്കാത്ത ഒരു വാള് കാണിച്ചു കൊടുക്കും. ടിൽ ആസ്ക്ഡ് ഫോർ തിക്ക് കർട്ടൻസ് ടു ഹങ് ഓൺ ദ വാൾസ്. അപ്പോൾ എന്താണ്? ഒരു കട്ടിയുള്ള കർട്ടൻസ് എനിക്ക് വേണം, വാളിൽ ഹാങ് ചെയ്യാനാണെന്ന് പറയും. ഹി വാണ്ടഡ് എസ് പെയിന്റിംഗ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഫ്ലൈസ് ആൻഡ് ഡസ്റ്റ്. ആ കർട്ടൻസിന്റെ ആവശ്യം അല്ലെങ്കിൽ ഉപയോഗം എന്താണ് ടില്ല് പറയണത്? ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഫ്ലൈസ് ആൻഡ് ദ ഡസ്റ്റ്. ഫ്ലൈസിൽ നിന്നും ഡസ്റ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കർട്ടൻസിന്റെ ആവശ്യം പറഞ്ഞത്. ഹി ഓൾസോ ആസ്ക്ഡ് 3 അസിസ്റ്റൻസ്. 3 അസിസ്റ്റൻസ് വേണം. അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടത്? ആദ്യം ഒരു പ്ലേസ് ചോദിച്ചു, എവിടെയാണ് ഞാൻ പെയിന്റ് ചെയ്യേണ്ടത്? അപ്പോൾ ഒരു ഹാൾ കൊടുത്തു. ഹാളിൽ ബെയർ വാൾസ് ഉണ്ടായിരുന്നു. ദെൻ ആസ്ക്ഡ് തിക്ക് കർട്ടൻസ് ചോദിച്ചു ടു പ്രൊട്ടക്ട് ഫ്രം ഫ്ലൈസ് ആൻഡ് ഡസ്റ്റ്. പൊടിയും ജീവികളൊക്കെ വരില്ലേ പടം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ. സോ ദാറ്റ് വിൽ ബി എ ഡിസ്റ്റർബൻസ്. പിന്നെ ചോദിക്കുന്നത് 3 അസിസ്റ്റൻസ് ആണ് ടു ഹെൽപ്പ് ഹിം ഇൻ മിക്സിങ്. പെയിൻ്റൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 അസിസ്റ്റൻറ്റ് വേണമെന്ന് ടില്ല് പറയും. ഓക്കെ. മിക്സ് കളർ. സോ ദ ആർച്ച് ഡ്യൂക്ക് ഗേവ് ഹിം ഓൾ ദാറ്റ് ഹി ആസ്ക്ഡ് ഫോർ. ഒബിയസ്ലി ആർച്ച് ഡ്യൂക്ക് ഇതൊക്കെ കൊടുത്തു കേട്ടോ, എല്ലാം കൊടുത്തു. എന്തൊക്കെ ചോദിച്ചു അതൊക്കെ കൊടുത്തു. For 30 days, 30 ദിവസമായി. For 30 days, Till and his assistants feasted themselves on the choicest dishes and drank the finest wine. അപ്പോൾ കൊട്ടാരത്തിലാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക, നല്ല ഏറ്റവും വില കൂടിയ വൈൻ കുടിക്കുക. ഇതായിരുന്നു 30 ദിവസം ടില്ലിൻ്റെ അസിസ്റ്റൻസും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ടില്ലിൻ്റെ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മൊത്തം 4 പേര്, അല്ലേ? 4 പേര് ചെയ്തുകൊണ്ടിരുന്ന പണി എന്തായിരുന്നു? പെയിന്റ് ചെയ്യാനാണോ ചെയ്തുകൊണ്ടിരുന്നത്? അല്ല, അവർ ഫുഡ് അടിക്കുക, വൈൻ കുടിക്കുക, ഫുഡ് അടിക്കുക, വൈൻ അടിക്കുക. അത് തന്നെയായിരുന്നു അവരുടെ പരിപാടി. സൂപ്പറായിട്ട് എൻജോയ് ചെയ്യുന്ന 30 ദിവസമായി. ഓൺ ദ 31st day, അപ്പോൾ 31ാമത്തെ ദിവസമായി, ദ ആർച്ച് ഡ്യൂക്ക് thrust his nose in through the door and said. thrust his nose എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ 31ാമത്തെ ദിവസമായി. 30 ദിവസം അടിച്ച് പൊളിച്ച് ജീവിച്ചു. 31ാം ദിവസം ആർച്ച് ഡ്യൂക്ക് thrust his nose എന്ന് പറഞ്ഞാൽ ടു ഇൻവോൾവ്. ഇത്രയും ദിവസം ഒരു വാളിൻ്റെ ഉള്ളിൽ, ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണണ്ടേ? അപ്പോൾ ആർച്ച് ഡ്യൂക്ക് 31ാം ദിവസം വന്ന് ചോദിച്ചു. thrust his nose എന്ന് പറഞ്ഞാൽ ഇൻവോൾവ് ചെയ്യുക എന്നാണ് അർത്ഥം. ഡോറിൻ്റെ കൂടി ചോദിച്ചു. എന്താ ചോദിച്ചത്? ഇറ്റ് ഈസ് ടൈം ദാറ്റ് യു ഫിനിഷ് ദ പെയിന്റിങ്. കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഐ ആം ഈഗർ ടു സീ ഇറ്റ്. ഇസ് ഇറ്റ് റെഡി? എനിക്കിത് കാണണം എന്നുണ്ട്. റെഡിയാണോ? Till said that the picture was being completed and that he needed some more days to finish it. ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് ദിവസം കൂടി എനിക്ക് വേണം എന്നാണ് ടില്ല് ഇവിടെ ആവശ്യപ്പെടുന്നത്. The Archduke replied that as long as the painting was perfect in every detail. ഇപ്പോഴും പെർഫെക്ഷൻ വിട്ടിട്ടില്ല കേട്ടോ ആർച്ച്ഡ്യൂക്ക്. പെർഫെക്റ്റ് ആയിട്ട് വേണം. He was prepared to be patient. അപ്പോൾ എനിക്ക് നല്ല ക്ഷമയുണ്ട്, ഞാൻ കാത്തിരിക്കാൻ റെഡിയാണ് എന്നാണ് ആർച്ച്ഡ്യൂക്ക് ഇവിടെ പറയുന്നത്. The delay of a week or 2 did not matter, he said. ഒരു 2 ആഴ്ചയോ 1 ആഴ്ചയോ വൈകിയാലൊന്നും എനിക്കൊരു പ്രശ്നമില്ല, പെർഫെക്റ്റ് ആയിട്ട് തീർത്താൽ മതി എന്നാണ് ആർച്ച്ഡ്യൂക്ക് പറയുന്നത്. Till and his companion continued their merry making for another fortnight. Fortnight എന്ന് പറയുന്നത് 14 days ആണ്. Fortnight എന്ന് പറയുന്നത് 14 days ആണ്. അപ്പോൾ ടില്ലും പിന്നെയും കമ്പാനിയൻസും 3 കമ്പാനിയൻസും സെയിം തിങ് 30 ദിവസം എന്താ ചെയ്തു അത് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഓൺ ദ 45th day, അപ്പോൾ 31st ഡേയിൽ വന്നിട്ട് പിന്നെ സമയം കൊടുത്തു. 40 കഴിഞ്ഞു. അപ്പോൾ 45th day, ഇപ്പം 45ാമത്തെ ദിവസം ആര് വന്നു? ആർച്ച്ഡ്യൂക്ക് പോക്ഡ് ഹിസ് നോസ്. പോക്ഡ് ഹിസ് നോസ് എന്ന് പറഞ്ഞാൽ പിന്നെയും ഇൻവോൾവ് ചെയ്യാൻ വരുവാണ്, അല്ലെങ്കിൽ ചോദിക്കാൻ വരുവാണ്, ഇടപെടാൻ, ഇന്റർഫിയർ ചെയ്യാൻ വരുവാണ്. ത്രൂ ദ ഡോർ. ഇസ് ഇറ്റ് ടൈം ദാറ്റ് ദ പിക്ചർ വാസ് കംപ്ലീറ്റഡ്? ഇപ്പം എന്തായാലും കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. ഹി ആസ്ക്ഡ്, ചോദിച്ചു, സമയമായല്ലോ, കഴിഞ്ഞോ എന്ന് ചോദിക്കൂലേ? Till said that the portrait was being given the finishing touches. ഫിനിഷിംഗ് ടച്ചസ് കൊടുക്കുകയാണ് ഇനി. അപ്പോൾ കഴിഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഹി ബെഗ് ഫോർ സം മോർ ടൈം. ബെഗ് ചെയ്യാന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യുക, അപേക്ഷിച്ചു.
കുറച്ച് സമയം കൂടി എനിക്ക് വേണം. The archduke said that his delay did not matter so long as he did an excellent job. എക്സലന്റ്, ആദ്യം പടം കണ്ട് ഇംപ്രസ് ആയ ആളാണല്ലോ, അപ്പോൾ എക്സലന്റ് ജോബ് ചെയ്യണോണ്ടിട്ട് തന്നെ കുഴപ്പമില്ല, ഡിലേ വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ആർച്ച്ഡ്യൂക്ക് പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ബട്ട് ഈ ആഡഡ്, ആദ്യം പ്രശ്നമില്ലെന്ന് പറഞ്ഞു, എന്നിട്ട് എന്താ കൂട്ടിച്ചേർത്തേ? He should either complete the picture within 15 days. അപ്പോൾ 45th ഡേ ആണ് വന്നത്, പിന്നെ ഒരു 15 days കൂടി കൊടുക്കുവാണേ. Or should show me the unfinished picture now. ഒന്നില്ലെങ്കിൽ 15 ദിവസം കൂടി ഞാൻ തരാം, അപ്പോൾ പിക്ചർ കംപ്ലീറ്റ് ചെയ്തോളണം. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോ എന്നെ കാണിക്കണം അൺഫിനിഷ് പിക്ചർ, പൂർത്തിയാക്കാത്ത പടം എന്നെ ഇപ്പൊ കാണിക്കണം എന്നാണ് ആർച്ച്ഡ്യൂക്ക് ആവശ്യപ്പെട്ടത്. ഓക്കെ, ടിൽ പ്രോമിസ് ടു കംപ്ലീറ്റ് ദ പിക്ചർ വിത്തിൻ 15 days. 15 ദിവസത്തിനുള്ളിൽ ഞാൻ എന്തായാലും തീർത്തോളാം എന്ന് ടിൽ പ്രോമിസ് ചെയ്തു. Saying that only a few minor details remain to be filled in. കുറച്ച് ചെറിയ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് മാത്രമാണ് ഇനി ചേർക്കാനുള്ള, ബാക്കി പടമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 15 ദിവസം എന്തായാലും മതി എന്ന് ടില്ല് പ്രോമിസ് ചെയ്തു. Should your lordship see the painting now, you would not be satisfied with it, he said. അപ്പോൾ ടില്ലും കൂട്ടിച്ചേർത്തു സംതിങ്. എന്താണ്? ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ലോർഡ്ഷിപ്പിന് ഇത് ഇഷ്ടപ്പെടില്ല, സോ ഇപ്പൊ കാണണ്ട, ഒരു കുറച്ച് ദിവസം കൂടി എനിക്ക് തന്നു കഴിഞ്ഞാൽ ആ മൈനർ ഡീറ്റെയിൽസ് എല്ലാമായിട്ട് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഒരു പിക്ചർ കാണിച്ചു തരാമെന്നാണ് ടില്ല് പ്രോമിസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ കഥയിൽ ഇത്രയും ദിവസം, എത്ര ദിവസവും ഇപ്പൊ 45 ദിവസം വന്നിട്ട് പിന്നെയും 15 ദിവസം ചോദിക്കുകയാണ്. അപ്പൊ 60 ദിവസം. ഓക്കെ, 2 months. 2 months ടില്ലും അസിസ്റ്റൻസും മെറി മേക്കിംഗ് അടിച്ചു വിളിക്കുക കൊട്ടാരത്തിൽ. ഓക്കെ, ഫുഡ് കഴിക്കുന്നു, വൈൻ കുടിക്കുന്നു, അടിപൊളിയല്ലേ ലൈഫ് അല്ലേ? നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുന്നു. Till and his companion enjoyed themselves for yet another fortnight. വേറൊരു ഫോർട്ട്നൈറ്റും കൂടി അവർ എൻജോയ് ചെയ്യുകയാണ്. On the 16th morning, the archduke forced his way into the room and said, എല്ലാ ക്ഷമയും നശിച്ചു, ഇത്രയും ദിവസമായി ആർച്ച്ഡ്യൂക്ക് വരുവാണ്. I must see the picture at once. Where is the picture? Draw those curtain apart. എനിക്ക് ഇപ്പൊ പിക്ചർ കാണണം. Where is the picture? എവിടെയാണ് പിക്ചർ? അപ്പൊ കർട്ടൻ ഹാങ് ചെയ്തിട്ടേക്കോണേ. തിക്ക് കർട്ടൻസ് ചോദിച്ചില്ലേ, ആ തിക്ക് കർട്ടൻസ് ഉണ്ട്. ആ കർട്ടൻസ് ഒക്കെ അപ്പാർട്ട് എന്ന് പറയുമ്പോൾ മാറ്റിയിടുക, എനിക്ക് പിക്ചർ കാണണ്ടേ, അതാണ് പറയാം. ക്ഷമയൊന്നുമില്ല കേട്ടോ, ക്ഷമയൊക്കെ തീർന്നു. The picture is ready, my lord, announced Till. പിക്ചർ റെഡിയാണ് മൈ ലോർഡ് എന്നാണ് ടില്ല് അനൗൺസ് ചെയ്തത്. Then why don't you draw the curtains? What is the matter? The archduke asked. പിന്നെ എന്തുകൊണ്ടാണ് കർട്ടൻ മാറ്റാതെ, എന്താ പ്രശ്നം എന്ന് ആർച്ച്ഡ്യൂക്ക് ചോദിച്ചു. I want you to grant me one last favor. എനിക്ക് ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടി ചെയ്തു തരണം, ഒരു ഫേവർ, ഒരു കാര്യം കൂടി എനിക്ക് ചെയ്തു തരണം. സെറ്റിൽ പ്ലീസ് ഓർഡർ ഓൾ ദ കോർട്ടിയേഴ്സ് ടു അസംബിൾ ഇൻ ദിസ് റൂം. എനിക്ക് എല്ലാ കോർട്ടിയേഴ്സിനെയും ഈ റൂമിൽ വരുവാൻ വേണം, ഈ റൂമിൽ വരണം, അതാണ് ഓർഡർ ചെയ്യണം. ഇപ്പൊ ആർച്ച്ഡ്യൂക്ക് ഉണ്ടല്ലോ, ആർച്ച്ഡ്യൂക്ക് ഓർഡർ ചെയ്യണം എന്ത്, ഓൾ ദ കോർട്ടിയേഴ്സ് മസ്റ്റ് പ്രസന്റ് ഇൻ ടിൽസ് റൂം. When they are here, I want to say a few words to them and then I will draw the curtains. അപ്പൊ എന്താണ്, എല്ലാ കോർട്ടിയേഴ്സും ഇവിടെ വേണം, അവർ വന്നു കഴിഞ്ഞിട്ട് എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് കഴിയുമ്പോൾ ഞാൻ ഈ കർട്ടൻസ് മാറ്റാമെന്നാണ് ടില്ല് പ്രൊക്ലെയിം പറയുന്നത്. ക്ലിയർ? മനസ്സിലായല്ലോ? അപ്പോൾ പടം വരച്ചു എന്ന് വെച്ചാൽ പടം വരച്ചോ? നമുക്കറിയാലോ ടില്ല് പടം വരച്ചോ? ഇല്ലല്ലോ. ടില്ല് പക്ഷെ കർട്ടൻ പൊക്കാൻ പോവാണേ. കർട്ടൻ പൊക്കി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, എന്തായിരിക്കും സംഭവിക്കാൻ പോണേ, നമുക്ക് നോക്കാം. സോ നമുക്കും നോക്കാം ടില്ല് എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് അല്ലേ. എനിക്ക് ടെൻഷൻ ആവുന്നു, നിങ്ങൾക്ക് കണ്ടോ ടെൻഷൻ, ടില്ല് എന്താ പറയാൻ പോണേ. ഇപ്പൊ ആൻസർ പേപ്പർ കിട്ടുമ്പോൾ ഉള്ള ഒരു ടെൻഷൻ ഇല്ലേ, ആ ടെൻഷൻ ഫീൽ ചെയ്യണ്ടോ? എല്ലാവരും ഉണ്ട് ആ ഹാളിൽ. ഓക്കെ, പിൻ ഡ്രോപ്പ് സൈലൻസ്. ടില്ല് എന്താണ് പറയാൻ പോണേന്ന് കാതോർത്തിരിക്കുകയാണ് എല്ലാവരും വന്നിട്ടുണ്ടാകും. നമുക്ക് നോക്കാം. The archduke ordered all the courtiers to assemble in the hall. ആർച്ച്ഡ്യൂക്ക് ഓർഡർ ചെയ്തു, എല്ലാ കോർട്ടിയേഴ്സും വന്നു, ഹാളിൽ എല്ലാവരും ഉണ്ട്. അപ്പൊ ടില്ലിന്റെ സെന്റർ പോലെ നിൽക്കുകയാണ്, ആർച്ച്ഡ്യൂക്ക് അതിന് തൊട്ടടുത്ത് നിൽപ്പുണ്ട്, എല്ലാവരും വന്ന് എത്തിച്ചേർന്ന് കഴിഞ്ഞു. ടിൽ അഡ്രസ് ദം. അപ്പൊ അഡ്രസ് ചെയ്യുക, നമ്മളിപ്പോ ഒരു ഫംഗ്ഷൻ, ഒരു പൊതു പരിപാടിയൊക്കെ നടത്തുമ്പോൾ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്രസ് ചെയ്യില്ലേ, സെയിം വേ ടിൽ അഡ്രസ് ചെയ്തു. മൈ ലോർഡ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദ പിക്ചർ ഇസ് റെഡി. എന്താ പറയണേ, മൈ ലോർഡ്. അപ്പൊ ഫസ്റ്റ് സ്ഥാനം എന്തായാലും ലോർഡിനാണ്. ലോർഡിനെ വിളിച്ചു, അത് കഴിഞ്ഞ് ദ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞ, ദ പിക്ചർ ഇസ് റെഡി. പിക്ചർ റെഡിയാണെന്നാണ് കേട്ടോ പറഞ്ഞേ, പിക്ചർ റെഡിയാ. നമുക്ക് നോക്കാം എന്ത് പിക്ചറാണ് കാണിക്കാൻ പോണെന്ന്. You will now be able, as I draw the curtains, to see how well I have done my work. ഇപ്പോൾ
ഞാൻ ഈ കർട്ടൻസ് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എന്തുമാത്രം ഭംഗിയായിട്ടാണ് ഈ പടം വരച്ചിരിക്കുന്നതെന്ന് കാണാൻ പറ്റുമെന്നാണ് ടില്ല് പറഞ്ഞത്. യു ക്യാൻ ഓൾ അഡ്മയർ മൈ വർക്ക്. എല്ലാവർക്കും എന്നെ പ്രശംസിക്കാൻ പറ്റും. ബട്ട് ഐ മസ്റ്റ് വാൺ യു. പക്ഷെ വാർണിംഗ് ഉണ്ട്, ദാറ്റ് ദർ ഇസ് സംതിങ് വെരി സ്പെഷ്യൽ അബൌട്ട് ദിസ് പിക്ചർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്നെ ഭയങ്കര ഭംഗിയായിട്ട് ഞാൻ പടം വരച്ചു, ടില്ല് തന്നെ പറയാ ഭയങ്കര ഭംഗിയായിട്ട് ഞാൻ പടം വരച്ചിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു വാർണിംഗ് തരാനുണ്ട്. എന്താണ് വാർണിംഗ്? സംതിങ് സ്പെഷ്യൽ. ദർ ഇസ് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് ഈ പടത്തിന്. എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. Only those among you who have noble blood in your veins will be able to see this painting. കൊള്ളാല്ലേ? നല്ല ഐഡിയ. എന്താ പറഞ്ഞേ? ആർക്കൊക്കെയാണോ നോബിൾ ബ്ലഡ്, നോബിൾ ബ്ലഡ് എന്ന് പറഞ്ഞ ഒരു റോയൽ ബ്ലഡ് എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ്, രാജകീയ ചോര എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. നോബിൾ ബ്ലഡ് ഇൻ യുവർ വെയിൻസ്, നിങ്ങളുടെ ഞരമ്പുകളിൽ ഓടുന്നത് രാജകീയ രക്തമാണ് എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ പിക്ചർ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായല്ലോ? രാജകീയ രക്തമാണോ നിങ്ങളുടെ സിരകളിലൂടെ ഞരമ്പുകളിലൂടെ ഓടുന്നെങ്കിൽ നിങ്ങൾക്ക് മാത്രം ആ പിക്ചർ കാണാൻ പറ്റും എന്നാണ് ടില്ല് ഇവിടെ പറയുന്നത്. ഓൾ ദ റെസ്റ്റ്, ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റും? വാട്ട് എവർ ദ റാങ്ക് ഓർ പൊസിഷൻ വിൽ സീ നത്തിങ് ബട്ട് എ ബ്ലാങ്ക് വാൾ. അപ്പോൾ നോബിൾ ബ്ലഡ് അല്ല ഞരമ്പിൽ ഓടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ എന്താവട്ടെ, റാങ്ക് എന്താവട്ടെ, ക്യാപ്റ്റൻ ആവാം, ജനറൽ ആവാം, ലേഡി ഹൈനസ് ആവാം, ഈവൻ ദ ലോർഡ് ആവാം, ആരായാലും നിങ്ങൾക്ക് പെയിന്റിങ് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ബ്ലാങ്ക് വാൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്ത് കാണാം? ബ്ലാങ്ക് വാൾ, വേറെ ഒന്നും കാണാൻ പറ്റില്ല. ഓക്കെ, നൗ ഐ വിൽ ഡ്രോ ദ കർട്ടൻസ്. അപ്പോൾ റോയൽ ബ്ലഡ് വേണമെന്ന് കമ്പൽസറി ആണ്, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല കേട്ടോ. നൗ ഐ വിൽ ഡ്രോ ദ കർട്ടൻസ്. ഇപ്പം ഞാൻ കർട്ടൻ മാറ്റുവാണ്. കർട്ടൻ മാറ്റി. ടിൽ ഫ്ലങ് ദ കർട്ടൻ അസൈഡ്. ഫ്ലങ് എന്ന് പറയുമ്പോൾ നീക്കി, മാറ്റിയിട്ടു. എന്താ സംഭവിച്ചത്? The courtiers outdid one another in showing the admiration for the picture. ഔട്ട്ഡെഡ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പം ഞാൻ പറയാം നല്ല ഭംഗിയുണ്ട് പിക്ചർ, അപ്പം അടുത്ത ആള് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ പോരാ, ഇതിന് ഭയങ്കര പെർഫെക്റ്റ് പിക്ചർ എന്ന് വേണം പറയാൻ. ലൈക്ക് ഔട്ട്ഡെഡ് എന്ന് പറയാം ഒരാളെ ഓവർകം ചെയ്ത് പ്രശംസിക്കുന്നതിന്, മറ്റൊരാളെ ഓവർകം ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഔട്ട്ഡെഡ്. ഓക്കെ, ദ കോർട്ടിയേഴ്സ് ഔട്ട്ഡെഡ് വൺ അനദർ ഇൻ ഷോയിങ് ദ അഡ്മിറേഷൻ. അഡ്മിറേഷൻ എന്ന് പറഞ്ഞാൽ പ്രശംസ ഫോർ ദ പിക്ചർ. എല്ലാവരും മാറി മാറി പിക്ചറിനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുകയാണേ. ഓക്കെ, ഔട്ട്ഡെഡ് സിമ്പിൾ എന്നല്ല, ഭയങ്കര പ്രശംസയാണ്. ദേ പ്രൈസ് ടിൽ ഫോർ എ സ്പ്ലെൻഡഡ് പെയിന്റിങ്. ടില്ലിന് അടിപൊളി പെയിന്റിംഗ് ആണ് വരച്ചിരിക്കുന്നത്, ഇതുപോലെ പെയിന്റിംഗ് വരക്കാൻ ആർക്കും പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. They remarked how natural each of one of them looked in the picture. ഭയങ്കര നാച്ചുറൽ ആണ്, ഇത്രയും നാച്ചുറലായിട്ട് ആർക്കും വരക്കാൻ പറ്റില്ല, ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഇല്ല, ഞങ്ങളെയൊക്കെ നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് eagerly pointed out their friends and acquaintances. അപ്പോൾ അവരെ കണ്ട് ഞങ്ങൾ നാച്ചുറൽ ആണ്, ഞങ്ങൾ ഭംഗിയുണ്ടെന്ന് മാത്രമല്ല അവർ പറയണത്. അവർ പറയണേ പിക്ചറിൽ നോക്കൂ, ആ പടം നോക്കൂ, കണ്ടോ, ലേഡി നോക്കൂ, എൽഡർലി ലേഡീനെ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അക്വൈൻറ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാവുന്ന ആൾക്കാർ, പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് ഒന്നുമല്ല, അങ്ങനെയുള്ള ആൾക്കാരും ഇല്ലേ. ഇപ്പോൾ ക്ലാസ്സിലെ സപ്പോസ് 48 പിള്ളേരുണ്ടെന്ന് വിചാരിക്കുക, എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലല്ലോ, പക്ഷെ എല്ലാവരെയും നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ? നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് അറിയില്ലേ? സെയിം വേ ഈ കോർട്ടേഴ്സിലുള്ള എല്ലാവരും ഫ്രണ്ട്സ് അല്ല, പക്ഷെ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അവർ ആ പിക്ചറിൽ എല്ലാവരെയും പോയിന്റ് ചെയ്യുക, അതേ നോക്കുക, ആ എൽഡർലി ലേഡി, ലൈക്ക് ആ കോർട്ടിയർ, ദി ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് ഇവിടെ ഉണ്ട്, അങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഓൾ ഓഫ് എ സഡൻ പെട്ടെന്ന് എന്ത് പറ്റി? ദ ഡൂക്സ് ജസ്റ്റർ, ഞാൻ പറഞ്ഞു ഡച്ചസിന്റെ ഹസ്ബൻഡാണ് ഡൂക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ ഡൂക്കിന്റെ ജസ്റ്റർ എന്ന് പറഞ്ഞാൽ ജോക്കർ അല്ലേ, അത് വന്നിട്ട് ലീപ്ഡ് ഇൻ ടു ദ എയർ. ലീപ്ഡ് ഇൻ ടു പറഞ്ഞാൽ പെട്ടെന്ന് ഓടി വന്നു, ചാടി വന്നു എന്നൊക്കെ അർത്ഥമാണ്. ലീപ്ഡ് ഇൻ ടു ദ എയർ ആൻഡ് ഷൗട്ട് ചെയ്തു. എന്ത് പറഞ്ഞു? ഓൾ ഓഫ് യു നോ ദാറ്റ് ഐ ആം എ ഫൂൾ ആൻഡ് ഐ ഹാവ് നോ ബ്ലൂ ബ്ലഡ് ഇൻ മൈ വീൻസ്. ഞാൻ ഫൂളാണ്, ജസ്റ്റർ അങ്ങനെ പറയണം. ഞാനൊരു ഫൂളാണ്, ഞാനൊരു വിഡ്ഢിയാണ്, എൻ്റെ ബ്ലഡിൽ, എൻ്റെ ഞരമ്പുകളിൽ എന്തില്ല? ബ്ലൂ ബ്ലഡ് ഇല്ല. എൻ്റെ റോയൽ ബ്ലഡ് എന്ന അർത്ഥത്തിലാണ് കേട്ടോ, ബ്ലൂ ബ്ലഡ് ഇല്ല. ഐ ക്യാൻ സീ നോ പിക്ചർ ബട്ട് ഓൺലി എ ബ്ലാങ്ക് വാൾ. എനിക്കിവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല, ഒരു ബ്ലാങ്ക് വാൾ മാത്രമാണ് എനിക്ക് കാണുന്നത്. മനസ്സിലായല്ലോ? ഐ ക്യാൻ സീ നോ പിക്ചർ. എനിക്ക് ഈ വാളിൽ ഒരു പിക്ചറും കാണാൻ പറ്റുന്നില്ല, എനിക്ക് ബ്ലാങ്ക് വാൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്താണ് സംഭവിക്കാൻ നോക്കാം. When fools begin to talk, observed Till, it's time for wise men to walk. ഇത് ടില്ല് പറയണതല്ല, ടില്ല് മനസ്സിൽ പറയണതാണ് കേട്ടോ. When fools begin to talk, it is time for wise men to walk.
ഇവിടെ ആരാണ് ഫൂള്, ആരാണ് വൈസ്മാൻ? വൈസ്മാൻ ആരാണ്? ഇവിടെ വൈസ് മെൻ എന്നാണ് പറഞ്ഞേക്കണത്, പക്ഷെ നമ്മുടെ ഇതിൽ വൈസ് മാൻ ആരാണ്? വൈസ് മാൻ എന്ന് പറയുന്നത് ടില്ലാണ്. പക്ഷേ ഫൂൾസ് ബിഗിൻ ടു ടോക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും ജസ്റ്റർ ഫൂൾ അല്ല, അല്ലേ? സത്യം പറയുന്ന ആകെ ഒരാൾ എന്ന് പറയുന്നത് ജസ്റ്ററാണ്. ബാക്കി എല്ലാവരും റോയൽ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് പൊട്ടം കളിക്കണതാണ് ബാക്കി. അപ്പോൾ അങ്ങനെയുള്ള ഫൂൾസ് സംസാരിക്കുന്ന സമയത്ത് എന്താണ് വൈസ് മെന്നിന് നടന്നു പോകേണ്ട ആവശ്യമുണ്ട് എന്നാണ് ടില്ലിവിടെ പറയുന്നത്. He calmly strode out of the hall and rode away on his donkey. The feathers in his cap danced in the gentle breeze. അപ്പം ടില്ല അവിടെ നിന്ന് പോവുക. ടില്ല അവിടെ കോട്ട് പെയിൻറ്ററായിട്ട് നിയമിച്ചിട്ട് ഉണ്ടെങ്കിൽ പോലും ടില്ല ആ പെയിൻറ്റിങ് കഴിഞ്ഞ് ടില്ലിന് മനസ്സിലായി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. സോ ഇറ്റ് ഇസ് ടൈം ടു വാക്ക്, അല്ലേ? അപ്പോൾ ടില്ല അവിടെ നിന്ന് പോവാണ്. എവിടെയാണ്? നമ്മുടെ ജെഫിനെ കൊണ്ട് തന്നെയാണ് പോകുന്നത്. റോഡ് എവേ ഓൺ ഹിസ് ഡോങ്കി ദ ഫെദേഴ്സ്. അപ്പോൾ ഒബ്വിയസ്ലി ദ ക്യാപ്പ് ഇപ്പോഴും സെയിം തന്നെയാണ്. ക്യാപ്പ് ഇൻ ദ ഫെദേഴ്സ് ഇൻ ദ ക്യാപ്പ് ഡാൻസ്ഡ് ഇൻ ദ ജെന്റൽ ബ്രീസ്. എളം കാച്ചിൽ ആ തൂവലുകൾ ഇങ്ങനെ ആടിക്കൊണ്ടേയിരുന്നു. അപ്പം നമ്മുടെ സ്റ്റോറി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദ മിസ്റ്റീരിയസ് പിക്ചർ, അല്ലേ? മിസ്റ്റീരിയസ് പിക്ചർ എന്താണെന്ന് മനസ്സിലായല്ലോ, മിസ്റ്ററി എന്താണെന്ന് മനസ്സിലായല്ലോ. പിക്ചർ ഒന്നും വരച്ചിട്ടില്ലായിരുന്നു, പക്ഷെ പിക്ചറിനെ പ്രശംസിച്ചവരായിരുന്നു അധികവും. ഒരൊറ്റ ആൾ മാത്രമാണ് സത്യം പറഞ്ഞത്. സെയിം തിങ് ഹാപ്പൻസ് നമ്മുടെ റിയൽ ലൈഫിലും. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നമ്മൾ ആദ്യം മുഖവിലൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തോന്നുന്നത് നമുക്ക് ചിലപ്പോൾ നമ്മളായിരിക്കും ശരി, അല്ലേ? ചിലപ്പോൾ അവരായിരിക്കും ശരി. സോ അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻസ് മനസ്സിലാക്കുക. മിസ്റ്റീരിയസ് പിക്ചർ ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആയിരുന്നു. നിങ്ങൾ ഇതുപോലത്തെ കഥ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. എല്ലാവർക്കും കഥ മനസ്സിലായല്ലോ, അല്ലേ?